ഹായ് ഗായ്സ്, ഞങ്ങൾ മൂകാംബികയിൽ പോവാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതേപോലെ ഒരു ലോങ് വ്ളോഗ് എടുക്കാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം മൂകാംബികയിൽ പോകുന്നത് സ്ലീപ്പർ ബസ്സിനും കൂടെയാണ്. തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ബസ്. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി. ഞാൻ നല്ലപോലെ എക്സൈറ്റഡ് ആയിരുന്നു, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു സ്ലീപ്പർ ബസ്സിന് പോകുന്നത്. ഞങ്ങളുടെ ബസ് 8:30-ക്കായിരുന്നു. ആ സമയത്ത് ഈ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉള്ള കാരണം എനിക്ക് ഉറക്കമേ വന്നില്ല. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു. സമയത്ത് ഞാൻ സെറ്ററൊക്കെ ഇട്ടിട്ട് ഇനി അങ്ങ് ഉറങ്ങാമെന്ന് പറഞ്ഞ പോലെ സെറ്റായിട്ടോ. അടുത്ത ദിവസം രാവിലെ ഞാൻ എണീറ്റപ്പോഴത്തേക്കും തന്നെ ചുരം കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മൂകാംബികയിൽ ചുരം കയറുന്നതാണ് നല്ല ഭംഗിയാലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡേൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. ഇതെങ്ങനെയാണെന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തൊഴുതിറങ്ങി. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡേൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഇതെങ്ങനെയുണ്ടെന്നും പറയാൻ മറക്കല്ലേ. പിന്നെ ഈ സമയത്താട്ടോ എൻ്റെ അമ്മയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നത്. അത് ഓൾമോസ്റ്റ് 2 hours ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാട്ടോ എൻ്റെ ചിറ്റ. ഇതാണ് എൻ്റെ സെക്കൻഡ് ഡേ. ഈ ദിവസമാണ് ഞങ്ങൾ കുടജാദ്രി പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ വെളുപ്പിന് 4 മണിക്ക് എണീറ്റു. 5 മണിക്ക് വേണമായിരുന്നു പോവാൻ. പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന എക്സ്പ്രഷൻ വേറെ ഒന്നുമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ ദൂരം കയറിയപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇനിയും നല്ലപോലെ ദൂരം കയറാനുണ്ടെന്ന് കേട്ടപ്പോൾ കാണിച്ചൊരു എക്സ്പ്രഷനാണ്. പിന്നെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ മൊത്തം ചെടികളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ദൂരം കയറി ഞങ്ങളങ്ങനെ പൊക്കത്തെത്തി, നമ്മുടെ സർവജ്ഞ പീഠത്തിൻ്റെ അടുത്ത്. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ അകത്തൊക്കെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ബിസ്ക്കറ്റ്സൊക്കെ കഴിച്ച് നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങാൻ കയറിയതിനേക്കാളും നല്ല സിമ്പിളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് തിരിച്ചിറങ്ങുമ്പോൾ നല്ല പാടായിരിക്കും. പിന്നെ ഇതാണ് എൻ്റെ ആ ദിവസത്തെ തന്നെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഇതിനു മുമ്പ് ഞങ്ങൾ സൗപർണികയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. സൗപർണികയിൽ പോയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം പുറത്ത് വന്നിരുന്ന് ഡാൻസൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് വന്നു. ഈ ദിവസം വൈകിട്ട് 4-5 മണിക്കായിരുന്നു ഞങ്ങളുടെ ബസ് ഉണ്ടായിരുന്നത്. സോ അതൊക്കെ കഴിഞ്ഞതാ ഇനി നമ്മൾ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ താഴത്തേക്ക് ഇറങ്ങിയിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്ലീപ്പർ ബസ്സിൽ കയറിട്ടോ. അത് അവിടുത്തെ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്ളോഗ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ.